1 തെസ്സലോനിയൻ 5:18 ഇങ്ങനെ പറയുന്നു, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ. അതെ, നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചു. കാൽവരിക്കുന്നിൽ നമുക്ക് വേണ്ടി പാടുപെട്ട് മരിച്ചു. അതെ, അവനാണ് നമ്മുടെ രക്ഷകൻ യേശു. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സങ്കീർത്തനം 23 ഇങ്ങനെ പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നടന്നാലും നീ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നമ്മുടേതായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാം. എല്ലാം നന്മക്കാക്കി മാറ്റുന്ന അവിടുത്തെ കാര്യത്തെ നമുക്ക് സ്തുതിക്കാം. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.